السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജനങ്ങളുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ആരെയാണ്? നബിയുടെ പ്രിയപ്പെട്ട അനുചരന്മാർ തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ ചോദ്യത്തിനുള്ള ഉത്തരം അന്വേഷിച്ചിട്ടുണ്ട്. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിയോട് ചോദിക്കുന്നുണ്ട്, അയ്യുന്നാസി അഹബ്ബു ഇലൈക, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ്? നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ പറഞ്ഞു, ആയിഷത്തു, എനിക്ക് ഏറ്റവും ഇഷ്ടം ആയിഷയോടാണ്. അപ്പൊ അംർ ഇബ്നുൽ ആസ് ചോദിച്ചു, മിനർ റിജാൽ, ആണുങ്ങളുടെ കൂട്ടത്തിൽ ആരോടാണ് ഇഷ്ടം? ഖാല അബൂഹ, ആയിഷയുടെ ഉപ്പ അബൂബക്കറിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. സുമ്മ മൻ, പിന്നെ ആരാണ്? സുമ്മ ഉമർ, പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ത്രീയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത പങ്കാളിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ആ ആയിഷ ബീവി ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പവിത്രമായ രാത്രി ലൈലത്തുൽ ഖദറിനെ പറ്റിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അറഅയ്ത ഇൻ അലിംതു അയ്യ ലൈലത്തിൻ ലൈലത്തുൽ ഖദ്രി മാ അഖൂലു ഫീഹാ, അല്ലാഹുവിന്റെ റസൂലേ, ലൈലത്തുൽ ഖദർ ആണ് എന്ന് എനിക്ക് തോന്നുന്ന രാത്രിയിൽ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന രാത്രിയിൽ ഞാൻ എന്താണ് പ്രത്യേകമായിട്ട് പറയേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ദുആ ആണ്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ അൽ അഫുവാൻ, അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. ആ വിട്ടുവീഴ്ച ചെയ്യുന്നത്, പൊറുക്കുന്നത് ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, നീ എനിക്ക് പൊറുത്തു തരണമേ. അവിടെ നമ്മൾ ആലോചിക്കണതൊന്ന് ആയിഷ ബീവിയുടെ താല്പര്യമാണ്, ഒരു കാര്യം അറിയാനുള്ള ആഗ്രഹം. സഹാബിമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും അവർക്ക് അറിവ് നേടാനും ഇൽമു പഠിക്കാനുണ്ടായിരുന്ന അങ്ങേയറ്റത്തെ ആവേശവും താല്പര്യവും നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ ഒരു കാര്യം, നബി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രി ചൊല്ലേണ്ട ദിക്റായിട്ട്, ദുആ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ദുആ ആണ്, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ അവസാനത്തെ പത്തില് നമ്മൾ നിരന്തരമായി കൊണ്ട് ആവർത്തിച്ച് മനസ്സുകൊണ്ടും നാവുകൾ കൊണ്ടും ചൊല്ലേണ്ട ദുആ ആണ് അത്. എത്ര ശ്രേഷ്ഠമായ ദുആ ആണത്, എത്ര വിലപിടിപ്പുള്ള കാര്യമാണ് ആ പ്രാർത്ഥനയിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അതിന്റെ അർത്ഥവും അതിന്റെ ആശയവും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അല്ലാഹുവേ, നീ അൽ അഫുവാൻ. അത് അള്ളാഹുവിന്റെ പേരുകളിൽ ഒരു പേരാണ്. അൽ അഫു എന്നത് അള്ളാഹുവിന്റെ പേരാണ്. ആ പേര് ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുണ്ട്. ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലഅഫുവുൻ ഗഫൂർ, അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്, അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനുമാണ്. ആ അഫുവിനെ, ആ വിട്ടുവീഴ്ചയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. അതിന്റെ ആഴവും വിശാലതയും നമുക്ക് ബോധ്യപ്പെടാൻ ഒരു ഉദാഹരണം പറയാം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, ഫിർഔനിനെ അള്ളാഹു മുക്കി നശിപ്പിക്കുന്ന സമയത്ത് ആ കടലിൽ അള്ളാഹു അവന്റെ അവസാന നിമിഷങ്ങൾ തീരുമാനിച്ചപ്പോ അതിൽ ഞാനുണ്ടായിരുന്നു, അവന്റെ അരികിൽ ഞാനുണ്ടായിരുന്നു. അവസാനം ഫിർഔൻ പറഞ്ഞ വാക്ക്, ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ, ബനൂ ഇസ്രായേലുകാര് വിശ്വസിച്ച അല്ലാഹുവിൽ ഞാനും വിശ്വസിച്ചിട്ടുണ്ട്. അതാണ് ഫിർഔനും അവസാനം പറഞ്ഞ വാക്ക്.
ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ മണ്ണെടുത്തിട്ട് ഫിർഔനിന്റെ വായ പൊത്തിനാൻ മഖാഫത അൻ തുദ്രികഹു റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്തെങ്ങാനും ഫിർഔന് കിട്ടിയാലോന്ന് പേടിച്ചിട്ട്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ആരാണ് ഫിർഔൻ? അന റബ്ബുക്കുമുൽ അഅല, ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരിയാണ് അവൻ. ഞാനാണ് റബ്ബ് എന്ന് വാദിച്ച മനുഷ്യനാണ്. അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുത്താലോന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ പേടിച്ചു. അള്ളാഹുവിന്റെ റഹ്മത്തെങ്ങാനും ആ ഫിർഔന് കിട്ടിയാലോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമ പേടിച്ചു. അപ്പൊ അത്രക്കും വിശാലമാണ് അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ. മനുഷ്യന്മാരുടെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വന്നാൽ ആ തെറ്റുകൾ പുറത്തു കൊടുക്കുന്നത്, ആ തെറ്റുകൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നത് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവനുമാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഈ ദുആ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ ദുആന്റെ ഒരു റിസൾട്ടിനെ പറ്റിയിട്ട് ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു റമളാനിൽ 27-ാം രാവിൽ ഞാനും ഉപ്പയും വല്യുപ്പയും ഹറമിലേക്ക് തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതാണ്. അപ്പൊ അവിടെ പള്ളിയിൽ നിന്ന് കുറച്ച് ദൂരെയായിട്ട് ഒരു കാറ് പാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ഉച്ചത്തിൽ സംഗീതത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. കുറച്ച് ചെറുപ്പക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവരുടെ അടുക്കിലേക്ക് ചെന്നു. അവരോട് പറഞ്ഞു, 27-ാം രാവാൻ, ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന രാവുകളിൽ ഒന്നാണ്. ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ആരും പള്ളിയിൽ പോയിട്ട് ആ രാത്രി നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ ഉയർന്ന ശബ്ദത്തിലുള്ള സംഗീതമെങ്കിലും നിർത്തിവെച്ചൂടെ? അങ്ങനെ അദ്ദേഹം അത് നിർത്താൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരത് നിർത്തി. എന്നിട്ട് ഷെയ്ഖ് അവർക്ക് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കാൻ. ലൈലത്തുൽ ഖദറിൽ ഒരാൾ ചൊല്ലേണ്ട പ്രാർത്ഥനയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ പ്രാർത്ഥന ആ ചെറുപ്പക്കാർക്ക് ഷെയ്ഖ് ചൊല്ലിക്കൊടുത്തു. ഓരോടത് ഏറ്റു ചൊല്ലാൻ പറഞ്ഞു. അപ്പൊ ആദ്യം അവർക്ക് കിട്ടിയില്ല. പിന്നെ വീണ്ടും ആവർത്തിച്ചു. അത് അവര് ഏറ്റു ചൊല്ലിക്കൊടുത്തു. പിന്നെ ഷെയ്ഖ് ഈ സംഭവമൊക്കെ മറന്നിട്ടുണ്ട്. ഒരു 5-6 വർഷങ്ങൾക്ക് ശേഷം മദീനയിലെ ഒരു പട്ടണത്തിൽ അദ്ദേഹം ദർസിന് വേണ്ടി ചെന്നതാണ്. ദർസൊക്കെ കഴിഞ്ഞപ്പോ നല്ല താടിയൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരൻ ഷെയ്ഖിന്റെ അടുക്കൽ വന്നിരുന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ വലിയ ഉച്ചത്തിൽ ഉള്ള ശബ്ദത്തിൽ മ്യൂസിക് കേട്ടുകൊണ്ടിരുന്നിരുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചിരുന്നു. ഞങ്ങൾക്ക് ഈ ദുആ പഠിപ്പിച്ചു തന്നിരുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ ഓർമ്മയുണ്ടോ? അപ്പൊ ഷെയ്ഖ് അത് ഓർത്തെടുത്തു. ആ ചെറുപ്പക്കാരൻ പറയാണ്, അന്നാണ് എന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായത്. നിങ്ങൾ അന്ന് പഠിപ്പിച്ചു തന്ന ദുആ അത് ഞാൻ എന്റെ ജീവിതത്തിൽ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടേയിരുന്നു. എന്റെ ഹൃദയം വിശാലമായി. ഇന്ന് ഞാൻ ദീനിനെ സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ സംഭവം നമ്മളോട് പറഞ്ഞിട്ട് ഷെയ്ഖ് പറയുന്നുണ്ട്, ഇതുപോലത്തെ കുറെ മനുഷ്യന്മാരുണ്ടാകും. അവർക്ക് ചിലപ്പോൾ ഈ പ്രാർത്ഥന ഒന്നും അറിയുന്നുണ്ടാവില്ല. തെറ്റ് ചെയ്ത് മനം പടുത്ത മനുഷ്യന്മാരായിരിക്കും. അവർക്ക് നമ്മൾ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചയെ പറ്റിയിട്ട്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റിയിട്ട് നമ്മൾ അവരോട് പറയുക. അള്ളാഹുവിനെ അടുത്തറിയുമ്പോൾ ആ റബ്ബിനെ നമ്മൾ കൂടുതൽ സ്നേഹിക്കും. ആ റബ്ബിനെ നമ്മൾ ഭയപ്പെടുകയും ചെയ്യും. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിനെ ശരിക്കും അറിഞ്ഞ ആൾക്കാർക്കാണ് അള്ളാഹുവിനെ പറ്റിയിട്ട് ശരിക്ക് പേടിയുണ്ടാവുക. ഏതായാലും ഈ ദുആഇന്റെ ശ്രേഷ്ഠത നമ്മൾ ആലോചിക്കുക, അത് പതിവാക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും നന്മകളിൽ മുന്നേറുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറാ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.